പ്രിയമുള്ളവരെ, നമുക്ക് ചില പറഞ്ഞു തന്ന അറിവുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് പുഴമീൻ ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. അതിൽ മായോ ഒന്നും വരില്ലല്ലോ, ഫ്രഷായിട്ട്. ഇതിപ്പോൾ മീൻ കിട്ടുന്ന സമയമൊക്കെ ആണല്ലോ, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ചുവ മാറാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ അറിഞ്ഞതാണ്. കുറച്ച് കാലങ്ങളായി മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് ഓർത്തു. അതായത് അതിൻ്റെ ആ ഒരു ചേറ് ചുവയുണ്ടല്ലോ, അത് പോകാൻ തിളയ്ക്കരുത്. വെള്ളം തിളയ്ക്കാനായ വെള്ളത്തിൽ ആവിയൊക്കെ പറക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ ചൂടിൽ ഈ കഷ്ണമായിട്ടുള്ളത് ഇട്ട് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇടാം. എന്നിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ ചൂടിൻ്റെ അനുസരിച്ച് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ വെന്ത് പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ തൊലിയിലുള്ളതൊക്കെ ഒന്ന് വടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോക്കോളൂ, കറുപ്പൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. അതായത് പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല മീനുകളും നമുക്ക് കുറേ കാലം കഴിഞ്ഞതും പല കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലൊക്കെ ചേർത്തതൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്കിത് സ്വന്തം വളർത്തുന്ന മീനാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ വളർത്തുന്നതൊക്കെ നമുക്ക് വിലക്കുറവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അറിയിക്കുകയാണ്. കൂടുതൽ പേര് മത്സ്യകൃഷിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇത് ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുണ്യമാകും. അതുപോലെ ഒത്തിരി അറിവുകൾ നമുക്ക് ഉള്ളത് ഇങ്ങനെ ഷെയർ ചെയ്യണം. അപ്പം ഓക്കെ, ഇനി പല കാര്യങ്ങളുണ്ട്, അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് വളരെ പേർക്ക് ഗുണകരമാകട്ടെ. അതുകൊണ്ട് അടുത്തത് വേറെ പറയാം. പിന്നെ പൊള്ളലേൽക്കുന്ന കാര്യം ഞാൻ ഇട്ട് നോക്കി, അധികം പേരൊന്നും കണ്ടില്ല. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു പരിഹാരം, അതായത് ഈ മുട്ട, ഏത് മുട്ടയാണെങ്കിലും, കോഴിമുട്ടയോ താറാവ് മുട്ടയോ അങ്ങനെ ഏത് മുട്ടയാണെങ്കിലും അത് പൊട്ടിച്ച് പൊള്ളിയ ഭാഗത്ത് ഒഴിക്കുക. ഒത്തിരി കൂടുതൽ പൊള്ളലുണ്ടെങ്കിൽ കൂടുതൽ മുട്ട വേണ്ടി വരും. പക്ഷേ ഈ ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ വലിയ ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഒരു കുമളയോ പാടോ ഒന്നും ഉണ്ടാവില്ല. ആ നീറ്റിലൊക്കെ പെട്ടെന്ന് പോകും. അത് പോകുന്നവരെ ധാര കോരിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതും അറിവും പ്രധാനപ്പെട്ട. കുക്കറിലൊക്കെ കൊണ്ട് മിക്കവാറും വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ പാചകം ചെയ്യുന്നവരുടെയൊക്കെ കൈയൊക്കെ പൊള്ളുന്നത് കാണാം, വലിയ പാടുകൾ നടക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ പലർക്കും പറഞ്ഞപ്പോൾ ഈ അറിവില്ല. നമ്മളൊരു ആസാമിൽ നിന്ന് കിട്ടിയ വിവരമാണിത്. അവിടെ നിന്ന് ഇവിടെ തൊഴിലാളികളായിട്ട് വന്നിരിക്കുന്ന ഒരു വഴി കിട്ടിയതാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. വെറുതെ ഓടിപ്പോയി ആശുപത്രിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ പല പല വിദ്യകളുണ്ട്. അപ്പോൾ ഏറ്റവും ഞാൻ കേട്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ല വേഗം ക്യൂറാകുന്നത് ഈ മുട്ട പരിപാടിയാണ്. ധാര കോരുക എന്ന് പറഞ്ഞാൽ മുട്ട പൊട്ടിച്ച് വെച്ച് പാത്രത്തിൻ്റെ മേലേക്ക് വെച്ച് വീണ്ടും വീണ്ടും കോരി ഒഴിക്കുന്നതിനാണ് ധാര കോരുക. ശരീരം മുഴുവൻ പൊള്ളിയിട്ട് പോലും ഒരു പാടുമില്ലാതെയുള്ള ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരുടെ ഉണ്ട്. ഓക്കേ.